നല്ല ടേസ്റ്റുള്ള സോഫ്റ്റ് ആയിട്ടുള്ള എന്നെപ്പോലെ തന്നെ ഗ്ലാമറുള്ള ഒരു ട്രിപ്പ് പൊറോട്ട നമുക്ക് ആ AC റൂമിൽ സുഖിച്ച് കിടന്ന മൈദനെല്ലാം കൂടി കുഴച്ച് ബോളാക്കി വീശി വെച്ചിക്ക് അതെടുത്തിട്ട് തൽക്കാലം ഒരു 5 നമുക്ക് കല്ലുമ്മിലിടാം. പിന്നെ നല്ല അടിപൊളി പൊറോട്ട വീട്ടിൽ റൂമിലും ഒക്കെ വെച്ചിട്ട് എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാനുള്ളൊരു വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിരിക്കും. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടോ, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും. ഏത് കുക്കിംഗ് അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്കും എളുപ്പത്തിൽ പൊറോട്ട ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിൽ അത് ഞാൻ പറഞ്ഞ് കാണിച്ചു എനിക്ക് അതൊന്ന് കണ്ടു കേട്ടോ. പൊറോട്ട ഇടാൻ ആഗ്രഹമുള്ളവർ ഇപ്പോൾ തൽക്കാലം നമുക്ക് ഒരു 5 കല്ലുമ്മലിടാം. കല്ലുമ്മൽ പൊറോട്ട ഇട്ട് കഴിഞ്ഞാൽ ഫാസ്റ്റ് ആയിക്കണം കേട്ടോ. എന്താ വെച്ചാൽ കല്ലുമ്മൽ പൊറോട്ട ഇട്ടിട്ട് പെട്ടെന്ന് എണ്ണ കൊടുത്ത് മറിച്ചിടണം. മറിച്ചിട്ടില്ലെങ്കിൽ പൊറോട്ട സോഫ്റ്റ് ആകില്ല, ഒരു ഉറപ്പായിരിക്കും. പിന്നെ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഇവിടെ കുവൈത്ത് കിട്ടുന്നതിൽ ഏറ്റവും നല്ല എണ്ണ തന്നെയാണ്, ദലാലിൻ്റെ ഗീയാണ്. നമ്മുടെ ഡാൽഡയ്ക്ക് പകരം ഉപയോഗിക്കുന്നത് ഇവിടെ കുവൈത്തി വീട്ടിലൊക്കെ റേഷൻ കടയിൽ നിന്ന് കൊടുക്കുന്ന എണ്ണയാണ്. നല്ല അടിപൊളി എണ്ണ. പിന്നെ പൊറോട്ട കല്ലുമ്മലിട്ട് മറിച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ച് സമയം നമുക്ക് ഉണ്ടാകുമല്ലോ, ആ സമയത്ത് അടുത്ത ഇടയുള്ള ബോൾ നമുക്ക് വീശി വെക്കാം. ഒരു 2 ബോളെടുത്ത് വീശുമ്പോഴേക്ക് തന്നെ നമ്മൾ കല്ലുമ്മലിട്ട പൊറോട്ട പാകത്തിന് വേവ് കിട്ടോ. ഒരു ബോൾ വീശി രണ്ടാമത്തെ എടുത്ത് പരത്തി വെച്ചിട്ട് മറിച്ചിടുക. ഒരു ഭാഗം വെന്തിക്കുണ്ടാവും, നമ്മളത് മറിച്ചിട്ട് കഴിഞ്ഞിട്ട് അടുത്ത ബോളും കൂടി അവിടെ വീശിയാണ് വെക്കുക. അടിക്കണം, പരത്തണം, ഉരുട്ടണം, കുഴക്കണം, കല്ലുമ്മന്ന് ചുട്ട് നീറണം. കല്ല് നല്ല ചൂടായിക്കണം കേട്ടോ. ചൂട് കുറഞ്ഞാൽ പൊറോട്ട നന്നാവില്ല. എന്തെല്ലാം സഹിക്കണേ പൊറോട്ട അല്ലേ. എന്നിട്ട് അവസാനം ഉണ്ട് ഒരു അടി, അതാ സഹിച്ചു കൂടാത്തത്. പൊറോട്ട വെന്ത് ഇനി ആ പാവത്തിനെ കല്ലുമ്മ കൂട്ടി വെച്ച് നാല് അടി കണ്ടാ സഹിക്കല ഈ അടി. നോക്കിയാൽ എന്താ സാധനം, അടിപൊളി പൊറോട്ട. ഒരു നല്ല കറിയാണെങ്കിൽ ഇത്തിരി സ്പൈസിയുള്ള കറിയാണെങ്കിൽ ഒരു 5 ഒരു ഇരിപ്പിന് ഞാൻ അടിക്കും.